ഇന്ത്യയുടെ ന്യായവിധികളിൽ ചരിത്രപരമായൊരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തർക്കും ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 നൽകുന്നത് പോലെ തന്നെ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശവും ഇതേ ആർട്ടിക്കിൾ നൽകുന്നുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ദയാവധം ഇന്ത്യയിൽ നിയമപരമായി നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയാണ് ഹരീഷ് റാണ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ നടപ്പിലായിരിക്കുന്നത്. എന്താണ് ഹരീഷ് റാണ കേസ്? ഇതിന്റെ ഓരോ നാഴികക്കല്ലുകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ കേസുകളാണ് ഈ ഒരു വിധിയിൽ സ്വാധീനിച്ചിട്ടുള്ളത്? നമുക്ക് വിശദമായി നോക്കാം. ലോ പോയിന്റിലൂടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ് തട്ടത്തുമല. 2013 താൻ ബിടെക് പഠിക്കുന്ന കോളേജിന്റെ കെട്ടിടത്തിൽ നിന്ന് വീണാണ് ഇദ്ദേഹത്തിന് ഈ പരിക്ക് പറ്റുന്നത്. സ്പൈനൽ കോഡിന് വളരെ വലിയ രീതിക്ക് പരിക്ക് പറ്റിയ ഇദ്ദേഹത്തിന്റെ കഴുത്തിന് താഴേക്ക് തളർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ 11 വർഷമായി ഇദ്ദേഹം ഈ ഒരു പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അന്നു മുതൽ തന്നെ ഇദ്ദേഹത്തിനെ പരിചരിക്കുന്നതും ഇദ്ദേഹത്തിന്റെ ആഹാരവും മറ്റു കാര്യങ്ങളെല്ലാം ട്യൂബ് വഴിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കോമ സ്റ്റേജിലേക്ക് പോകുന്ന ഏതൊരു വ്യക്തിക്കും പിന്നീട് മറ്റ് എല്ലാ ജീവൻ ഉപാധിയായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ട്യൂബ് വഴിയാണ് ആഹാരം നൽകുക. അതുപോലെ തന്നെയാണ് മറ്റ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോകും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ മറിച്ചായിരുന്നില്ല. കഴിഞ്ഞ 11 വർഷമായി ഇദ്ദേഹം ബെഡ് റിഡൻ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിന്റെ സഹായത്തോടു കൂടെ തന്നെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. 2013 മുതൽ 2024 വരെ ഇദ്ദേഹത്തിന്റെ രക്ഷകർത്താക്കൾ വളരെ നല്ല രീതിക്ക് തന്നെ ഇദ്ദേഹത്തിന് ചികിത്സാ സഹായങ്ങളെല്ലാം നൽകി. പക്ഷേ സ്വന്തം മകന്റെ ഈ ഒരു അവസ്ഥ കണ്ടു നിൽക്കാൻ വയ്യാതെയായ ഇദ്ദേഹത്തിന്റെ രക്ഷകർത്താക്കൾ 2024 ആദ്യമായി ഡൽഹി ഹൈക്കോടതിയെ ദയാവധത്തിന് വേണ്ടിയിട്ട് സമീപിക്കുന്നത്. എന്നാൽ വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ ഇദ്ദേഹം ശ്വസിക്കുന്നുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഡൽഹി ഹൈക്കോടതി ഈ ഒരു ഹർജി തള്ളുകയാണ് ഉണ്ടായത്. ഡൽഹി ഹൈക്കോടതി തള്ളിയ ഈ ഒരു ഹർജിയുടെ അപ്പീലുമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ രക്ഷകർത്താക്കൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. 2026 മാർച്ച് 11 നമ്മുടെ ഇന്ത്യയെ ഒട്ടാകെ വളരെ വലിയ രീതിക്ക് സ്വാധീനിക്കുന്ന നിയമത്തിൽ വളരെ വലിയ രീതിക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നാഴികക്കല്ലായി ഈ വിധി മാറിയത്. ജസ്റ്റിസ് JB പാർഡിവാല, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന 2-അംഗ ബെഞ്ചാണ് ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തത്. ഇത്തരത്തിലുള്ള ദയാവധത്തിനെ നിഷ്ക്രിയ ദയാവധം എന്നാണ് കോടതി വിളിച്ചത്. ഈ നിഷ്ക്രിയ ദയാവധം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഈ വിധിയിൽ വളരെ വലിയ രീതിക്ക് തന്നെ പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ഒന്നാണ് കൃത്രിമ ഭക്ഷണവും ജലാംശവും പിൻവലിക്കൽ. അതായത് ട്യൂബ് വഴിയാണ് ഇദ്ദേഹത്തിന് ഈ ഭക്ഷണവും ജലവും നൽകിയിരുന്നത്. അത് ഘട്ടം ഘട്ടമായി കുറയ്ക്കുക. ഇത് ഘട്ടം ഘട്ടമായി കുറയ്ക്കുമ്പോൾ രോഗിക്ക് എന്തെങ്കിലും രീതിക്കുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മെഡിക്കൽ കെയറും വളരെ നല്ല രീതിക്ക് നൽകണമെന്നും കോടതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേദന സംഹാര ചികിത്സ, അതായത് പെയിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ചികിത്സാ രീതിയിൽ വളരെ വലിയ രീതിക്കുള്ള മാറ്റങ്ങളും വളരെ വലിയ രീതിക്കുള്ള സപ്പോർട്ടും രോഗിക്ക് നൽകണമെന്നും കോടതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ബോർഡ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ദയാവധത്തിനെ അല്ലെങ്കിൽ ഇതിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളെ വളരെ വലിയ രീതിക്ക് നിരീക്ഷിക്കുവാൻ വേണ്ടി ഒരു മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ബോർഡ് കൂടണമെന്നും ആ ഒരു ബോർഡിന്റെ നേതൃത്വത്തിൽ മാത്രമേ ഈ ഒരു വിധി നടപ്പിലാക്കുവാൻ പാടുള്ളൂ എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പാരൻസിന് വേണ്ട രീതിക്കുള്ള കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും നൽകുവാനുള്ള സപ്പോർട്ട് കൊടുക്കണം. അതുപോലെ തന്നെ അപ്പോഴപ്പോഴുള്ള റിപ്പോർട്ടിംഗ് ഇതിന്റെ അതോറിറ്റിക്ക് ഈ ഒരു ഹോസ്പിറ്റൽ നൽകണമെന്നും ഈ വിധി വളരെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു കേസിന് വളരെ വലിയ രീതിക്ക് സ്വാധീനിച്ച മറ്റൊരു കേസാണ് കോമൺ കോഴ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇതിനകത്ത് ആർട്ടിക്കിൾ 21 നമ്മൾ ഓരോരുത്തർക്കും ജീവിക്കാനുള്ള അവകാശം തരുന്നത് പോലെ തന്നെ അന്തസ്സായി മരിക്കാനുള്ള അവകാശവും ഉണ്ട് എന്ന് കോടതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ലിവിങ് ബിൽ എന്ന് പറയുന്ന ഒരു വില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത്, ബോധാവസ്ഥയിലിരിക്കുന്ന സമയത്ത്, നാളെ ഒരിക്കലും എനിക്ക് എന്തെങ്കിലും പറ്റി അബോധാവസ്ഥയിൽ പോവുകയാണെങ്കിൽ ആ സമയത്ത് എന്നെ അന്തസ്സോടെ മരിക്കാൻ അനുവദിക്കണം എന്ന രീതിക്ക് എനിക്കൊരു വില്ല് എഴുതി വെക്കാൻ പറ്റും. ആ വില്ല് പ്രകാരം നമുക്ക് പിന്നീട് നിഷ്ക്രിയ ദയാവധത്തിന് വേണ്ടിയിട്ട് കോടതി നമ്മുടെ രക്ഷകർത്താക്കൾക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അതും ഈ ഒരു കേസിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ നിഷ്ക്രിയ ദയാവധം, അതായത് മരുന്ന് കുത്തിവെച്ച് പെട്ടെന്ന് ഒരു രോഗിയെ മരണത്തിന് കീഴടക്കാതെ അവരുടെ ഇത്തരത്തിലുള്ള സപ്ലൈസ്, അതായത് ആഹാരം, മരുന്നുകൾ എന്നുള്ളതെല്ലാം പയ്യെ ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് അവരെ അന്തസ്സായി മരിക്കാൻ അനുവദിക്കണം. അതാണ് നിയമവിധേയം എന്നും ഈ കോമൺ കോസ് എന്ന് പറഞ്ഞ ഈ ഒരു കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ബോധാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ താൻ അബോധാവസ്ഥയിലായി പോയാൽ തന്റെ മരണം എങ്ങനെ ആയിരിക്കണം എന്നൊരു വില്ല് എഴുതി വെക്കാം എന്നുള്ള അറിവും വളരെ വലുതാണ്.
അപ്പോൾ ഇങ്ങനെ ഒരു വിധിയിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ത്യ ഒട്ടാകെ വളരെ വലിയ രീതിക്ക് സ്വാധീനിക്കുന്ന നാഴികക്കല്ലായി മാറുന്ന ഈ വിധിയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഞങ്ങൾ അഡ്വക്കേറ്റ് ആകാശ സെറ്റത്തുമല്ല. ഇതുപോലുള്ള നിയമപരമായുള്ള മറ്റ് അറിവുകളുമായി പുതിയൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടും വരേക്കും ഗുഡ് ബൈ.